ഇൻട്രോ എടുക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ ഫോൺ ഓണാക്കുന്നത് ചിപ്പി പാട്ട് പാടും. എന്നിട്ട് ഇപ്പൊ തന്നെ പാടിയിട്ട് നിർത്തിയതുമ്പോൾ നിൽക്കുക കേട്ടോ. അപ്പൊ രാവിലെ ഇങ്ങോട്ടേക്ക് ഇന്ന് കയറി വന്നു. ഇവിടെ വന്ന് എന്നാ എനിക്ക് എന്തെങ്കിലും തന്നായിരുന്നോ? എന്നോട് പറഞ്ഞു ചുമക്കുന്നതിന് കുഴപ്പമില്ല, ആർക്കും പിടിപ്പിച്ചേക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു ചുമ മാറിയിട്ട് നീ എല്ലാം ഇതാന്നുള്ളതെന്ന് വിചാരിച്ചോണ്ടാ ഞാൻ കയറി വരാതെ ഇന്നിപ്പോ സന്തോഷം കൂടെ ഉണ്ടോ നോക്കാം. പക്ഷെ മൊത്തം കൈ പോയി സന്തോഷം കൊടുത്തപ്പോ കണ്ടാ എന്താ നിങ്ങൾ നേരിട്ട് കണ്ടാ മതി. ഞങ്ങളെല്ലാരും ബാബു സൂപ്പറൊക്കെ പറഞ്ഞ് കഴിച്ചല്ലേ ചിപ്പി? എന്നാ രണ്ടുപേർക്കും പറയാനൊന്നുമില്ലേ? ആണ് ഇവള് ഒന്നും പറയല്ലേ? കിച്ചുവിന് എന്നാ ക്ലാസ് തുടങ്ങുന്നേ? 24 ക്ലാസ് തുടങ്ങും അല്ലേ? +1 പോവാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എൻ്റെ 70,000 സബ്സ്ക്രൈബേഴ്സ്. അല്ല അത് ചേട്ടാടെ ഉണ്ട്, ചേട്ടാക്ക് അവൻ്റെ ഇച്ചിരി കൂറ് കൂടുതലുള്ളതാ. അല്ല മാല കൊടുക്കാൻ ഇച്ചിരി കൂടുതലുണ്ട്. ഇൻട്രോ എടുത്തോണ്ട് ഇവിടെ വന്ന ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വലിയ പാടാ കേട്ടോ. എന്താണെന്നറിയോ? അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ചക്ക വേയിച്ചേന്റെ ഫോട്ടോ. ചോറുണ്ടോ? കഞ്ഞി വെച്ചോ? അങ്ങോട്ട് കറി വേണോ? കഞ്ഞി വേണോ? അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരും തമ്മ ഇപ്പം വീഡിയോ എടുത്തോണ്ട് ഇതിനിടെ ഫോൺ കോൾ അടിച്ചു. അവളൊക്കെ ആരട്ടാ അങ്ങോട്ട് ഇങ്ങനെ ശല്യം ചെയ്യും. അപ്പൊ മിക്കവാറും എന്തുകൊണ്ട് കൊടുക്കിച്ചു നിർത്തിക്കോളും. നമ്മളെ കൊണ്ട് അത്രയൊക്കെയല്ലേ പറ്റത്തുള്ളൂ. അതെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്റെ മുന്നേ പാനിപ്പൂരി അയ്യോ എല്ലാം തീറ്റയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങള് എവിടെ ഒന്ന് കിടന്നാ മതി തോന്നല്ലേ. അപ്പൊ എന്തായാലും വീഡിയോ പോയി കണ്ട കേട്ടോ. ഇന്നത്തെ പാനിപ്പൂരി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ. സന്തോഷിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ അതിനകത്തെ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ പോയി കണ്ടോ കേട്ടോ വീഡിയോ. വെയിലും മഴയും കൂടെയാണ് കേട്ടോ. കുഞ്ഞി ചാറ്റമഴയുണ്ട്. കുറേ സമയം കൊണ്ട് ഞാൻ ഒരുങ്ങിയിട്ട് ഇവിടെ നിൽക്കുക വീട്ടിൽ വരെ ഒന്ന് പോകാമെന്ന് ഓർത്ത്. അന്നേരം മഴയുണ്ട്, ചാറ്റമഴയുണ്ട്, വെയിലുമുണ്ട്. അപ്പോൾ ദിവസമായി കേട്ടോ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. എന്നാൽ ചുമ്മാ ഒന്ന് വീട്ടിൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വണ്ടി എടുത്തിട്ട് കുറേ ദിവസമായി ഇങ്ങനെ ഈ ചുമയും പനിയും വയ്യാഴികയൊക്കെ കാരണം ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ചുമ്മാ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സന്തോഷമോടെ കാണുമായിരിക്കും, ചിലപ്പോൾ അമ്മയും കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരെയും കാണുകയൊക്കെ ചെയ്യാമല്ലോ ഇതുകൊണ്ട് അവിടെ വരെ പോകാമെന്ന് വിചാരിച്ചോണ്ട് കേട്ടോ. പക്ഷെ മഴയുണ്ടല്ലോ. കുറുക്കൻ്റെ എന്നാ പറയുന്നത് കല്യാണം എന്ന് പറഞ്ഞു കൊടുക്കും. മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണം എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മഴ ചാറിക്കൊണ്ട് നിൽപ്പുണ്ട്, എന്നാൽ വെയിലുമുണ്ട്. എന്തായാലും കോട്ട അമ്മ എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട്. കോട്ടുണ്ട്, പക്ഷെ ഞാൻ കോട്ടിട്ടില്ല. ആവശ്യം വന്നെങ്കിൽ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു. വലിയ മഴയാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും പോട്ട് വരാവേ. രാവിലെ തന്നെ സന്തോഷിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സന്തോഷിൻ്റെ അവിടെ വന്നിട്ട് സന്തോഷിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് സാധനമൊക്കെ കാണിക്കുക. ഒരു ട്രിപ്പ് തട്ടി പൊറോട്ട. എന്നിട്ട് അടുത്തത് ചെത്തി തന്നേക്കുന്നതാണ് കേട്ടോ. അവൻ ഈ തൊടുപുഴയ്ക്കും കടയിലും ഒക്കെ പോകുമ്പോൾ അവനിങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടിരുന്ന് കാണുമ്പോഴത്തേനും മേടിക്കും കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തെ കുഞ്ഞാഞ്ചേട്ടൻ കൊണ്ട് കൊടുത്ത പയറ് വിത്ത്. ഇതെന്നാടി ഇങ്ങനെ മുളപ്പിച്ചെന്നാ പറഞ്ഞേ? ഇതെന്നാ ബീൻസാണോ? ദൈവമേ, കുഞ്ഞാഞ്ചേട്ടൻ കൊണ്ടുപോയി പയർ കൊടുത്തത് കേട്ടോ. ഇവിടെ നട്ടോളാൻ പറഞ്ഞോട്ടെ. അപ്പം മാങ്ങാപ്പഴം ആണോ പറഞ്ഞിട്ട് വാസിട്ട് ചുമക്കുന്നുണ്ട് ഞാൻ. പക്ഷെ മാങ്ങാപ്പഴം ചുമക്ക് സൂപ്പറാ. തിന്നോളാൻ തിന്നു, അതും കൂടെ തിന്ന് തീർത്തു. അവരുടെ എല്ലാവരുടെയും വീതം കഴിഞ്ഞാന്ന് പറഞ്ഞു. ഇത് മൊത്തം എൻ്റെ ആണോ കിച്ചു? എൻ്റെ പൊന്നെ, ഞാൻ ശരിക്കും തട്ടിയത്. ആദ്യം ഒരു പ്ലേറ്റ് മുറിച്ച് വെച്ച് കൂടാതെ അവൾ വീണ്ടും ചെത്തിയായിരുന്നു. ഞാൻ കൂടുതൽ തിന്ന് തീർത്തെ. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കാം. റെഡിയാണോ? കോയമ്പത്തൂരിൽ നിന്ന് കൃഷ്ണമോളും മേടിച്ച് തന്നു വിട്ടതാ. കൃഷ്ണമോളും അവർ പരീക്ഷണ ചിപ്പിയേക്കിച്ചു. പരീക്ഷണ വസ്തുക്കളല്ല ചിപ്പിയേക്കിച്ചു കേട്ടോ, ഇങ്ങനത്തെ സാധനത്തിനൊക്കെ. അപ്പം ഇവർ കഴിച്ചിട്ടൊക്കെ ഉള്ള സംഭവം അല്ലേ. അപ്പം എന്നാലും നമുക്ക് ഉണ്ടാക്കാം അല്ലേ. എന്നാ ബാ അടുക്കളയിലോട്ട് പോകാം. ഇതെല്ലാം പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ടേ പാക്കറ്റ് വേണ്ടേ ഒരുത്തി പിടിച്ചോണ്ട് ഇവിടെ വയറൊട്ടിച്ച് കേട്ടത്. അയ്യോ എന്റെയൊക്കെ വെച്ച് നോക്കിയാൽ നിനക്കൊന്നും വണ്ണമില്ലെങ്കിൽ. ഈ പാക്കറ്റിനകത്ത് 3 സംഭവങ്ങളുണ്ടായിരുന്നല്ലോ കൊച്ചേ? അല്ല 4 സംഭവങ്ങളുണ്ട്. പൊട്ടറ്റോയ്ക്ക് ഇടുന്ന മസാല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. വെള്ളത്തിനകത്ത് കലക്കുക.
വേണ്ടേ വഴറ്റൊന്നും വേണ്ട. അപ്പം വേണ്ട അവള് അതിനകത്ത് ആ സംഭവം പകുതി ഇട്ടു. ഇതാ കേട്ടോ ഇട്ടേക്കുന്നത്. ഇത് പകുതി ഇട്ടു. പകുതി ഇട്ടിട്ട് വേണ്ട ഇതന്നെ. ഇത് തന്നെ ഇങ്ങനെ തന്നെ സംഭവം ഇരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഞങ്ങള് ചിപ്പി അവിടെ പപ്പടം അല്ല പപ്പടമെന്ന് അത് ഈ മറ്റേ പിള്ളേർക്ക് നേരത്തെ ഒരു കുഞ്ഞിപ്പപ്പടം മേടിക്കലായിരുന്നോ, അതേമാതിരി അതിന് ചെയ്യുമ്പോൾ അതുകൊണ്ട് അറിയാതെ പറഞ്ഞു കേട്ടോ. അപ്പൊ പാനിപ്പൂരിയുടെ പൂരി അവള് ശരിയാക്കുന്നുണ്ട്. അപ്പൊ കിഴങ്ങൊക്കെ സെറ്റാക്കി സവോളയൊക്കെ കൂടെ അരിഞ്ഞിട്ടു. പിന്നെ ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരു മസാലയുണ്ട്, അത് മൊത്തം ഞാൻ ഇടുന്നില്ല, കുറച്ച് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ മസാല കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഇതിട്ട് കഴിയുമ്പോൾ എരിവായിരിക്കുമോ എങ്ങനെയായിരിക്കും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അയ്യോ ഗുലാം ജാമാണ് അവർക്ക് ഇഷ്ടം. നീ എന്റെ പൊന്നെ ബോംബെക്കാർ വന്നപ്പോഴത്തേനും കൊണ്ടുവച്ചത് ഞാൻ എങ്ങനെ ഒന്ന് തീർക്കാൻ എനിക്കേ അറിയത്തുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം കിട്ടുമ്പോഴേട്ടെ. ഞങ്ങൾക്കൊരു സാറുണ്ട് നല്ല സ്വീറ്റ്സും അങ്ങനെയൊക്കെ തരുന്നേ. ഗുലാം ജാമുൻ ബോംബെയിൽ നിന്ന് വന്ന പിള്ളേർ കൊണ്ടുവന്നു. ഞാൻ അടുത്ത പ്രാവശ്യം കേട്ടെ കിട്ടുമ്പം തരാം. അപ്പം ഇത് സെറ്റാക്കിയിട്ടുണ്ട്. മിക്സർ ഇതിൻ്റെ പുറത്തെങ്ങാണ്ട് ഇട്ട് കൊടുക്കുവായിരുന്നേ, അത് കിട്ടുന്നുണ്ട്. ഇത് അന്നേരം പൊട്ടിച്ചെടുത്താൽ മതി അല്ലേ വെച്ചാൽ, അതും കൊണ്ട് ഞാൻ പൊട്ടിച്ചേക്കാം അല്ലേ. ആരാണ്ട് വിളിക്കുന്നുണ്ടടി. അപ്പം എന്താണ്ട് സെറ്റായി കിട്ടുന്നുണ്ട്. 2-3 എടുത്ത് ഒന്ന് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ എങ്ങനെയാകും. ആദ്യം ചെയ്യുന്ന പരീക്ഷണം ആയതുകൊണ്ടാണ് നമുക്കൊരു ഇതല്ലേ. 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അല്ലേ. അല്ല പിന്നെ ഇല്ലേ സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് 2 ഒട്ടിയിരുന്നതാണ് കേട്ടോ. മറന്നില്ല കിട്ടുന്നില്ല. അതിന് 3 2 പിന്നെ 1 ചെറുതുണ്ടായിരുന്നു കേട്ടോ, തീരെ ചെറുതല്ലേടി. ഇത് 1 വീർത്ത് കിട്ടിയില്ല, ബാക്കിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഭയങ്കര കണ്ടുപിടുത്തം തന്നെ കേട്ടോ. ഈ ബ്രൗൺ കളർ ഉള്ളോണം പൊട്ടിക്കരുത്, വെള്ള ഉള്ളോണം പൊട്ടിക്കുന്നു വെച്ചിട്ടാ വെക്കേണ്ടതെന്ന്. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നാലും ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തിയത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പൊടിച്ചേരെ. അപ്പൊ പാനിപ്പൂരിയുടെ പിന്നെ മെയിനായിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഞാനും കിച്ചും കഴിക്കാം. ചെറിയ സ്പൂൺ എടുക്കാൻ പോയതാ കേട്ടോ. അപ്പൊ അല്ല ഇച്ചിരി കൂടെ പൊട്ടിച്ചാൽ മതിയായിരുന്നു. പിന്നെ മണ്ട മൊത്തം പോകുന്നു. അടി മാത്രമായി പോകും. ഇത് വേണോ? കിട്ടുന്നുണ്ടോടാ? എരിവുള്ളത് ഒഴിച്ചു. സാധാരണ ഇങ്ങനെ മുക്കി കോരിയാണ് ഇങ്ങനെ തരുന്നത് കേട്ടോ. നമ്മളപ്പോ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഇതിന് വേണ്ടിട്ട് അങ്ങ് വെള്ളം ഒഴിച്ചില്ലല്ലോ. ഒഴിക്കിച്ചിരി കൂടെ ഇല്ല ഇല്ല അത് കുതിരണം. ഇച്ചിരി കൂടെ ഒഴിച്ചു. എന്നാ പിന്നെ എന്തായാലും മധുരം കൂടെ ഒഴിച്ചു രീതിയില് അല്ല എല്ലാം കൂടെ കുറച്ച് അല്ല നമ്മളവിടെ തിന്നത്തിന്റെ ടേസ്റ്റ് ആണോ കേട്ടോ. അപ്പൊ വേണ്ട പാനിപ്പൂരി സെറ്റാക്കി തന്നിട്ടുണ്ട്, കഴിച്ചു നോക്കട്ടെ. വീഡിയോ കട്ട് ചെയ്തിട്ട് ഒറിജിനൽ എക്സ്പ്രഷൻ ഇടാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രൊഫഷണൽ പാനിപ്പൂരി കട തുറക്കാം. പക്ഷെ എന്നോട് കേട്ടോ ഒരു പുതിയ സംഭവം കൂടെ ഉണ്ട്. അവിടുത്തെ സ്പെഷ്യല് തൈരും തേനും കൂടെ അത് കൂടി ഉണ്ടോ? അതുകൊണ്ട് നല്ല മധുരം പുളി അതും കൂടി ഇട്ടേ. ആയിട്ടപ്പോഴാ ടേസ്റ്റ് കേട്ടോ. കുഴപ്പമില്ല, സൂപ്പറാ. ഇങ്ങനെ ഇട്ട് ഞാൻ കിച്ചുവിൻ്റെ ഒക്കെ എടുക്കാം. കിച്ചുവിൻ്റെ എക്സ്പ്രഷൻ നോക്കട്ടെ എങ്ങനെ ഉള്ളത്. കിച്ചുവിനാ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞേ. ഉണ്ടാക്കി കൊടുക്കാം. അടിപൊളി ദേവി. ദൈവമേ. അപ്പൊ അമ്മ ഉണ്ടാക്കി കൊടുക്കും. നീ ഏതാ കൂടുതൽ ഒഴിച്ചത്? പച്ചയോ?
ആ പച്ച ചുവല കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അത് ഒഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ എല്ലാം കൂടെ വേണം. അല്ല അത് നിറഞ്ഞല്ലേ ഇരിക്കുന്നതേ. അപ്പം നമ്മളും നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കും. ഇത് നോർത്ത് ഇന്ത്യൻ ആണോ? അല്ലെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തോളൂ. തെറ്റിപ്പോയി. ആ അതന്നെ, അത് ഒഴിക്കുമ്പോ ടേസ്റ്റ് കേട്ടോ. യഥാർത്ഥ പാനിപ്പൂരി ഇഷ്ടമുള്ള വ്യക്തി ഇപ്പോൾ പറയും ശരിക്കുള്ള ടേസ്റ്റ്. ഇടങ്ങാണ്ട് തിരുവനന്തപുരം പോയി കഴിച്ചിട്ട് സൂപ്പറായിരുന്നു പറഞ്ഞു. 2-3 നേരത്തെങ്ങാണ്ട് പോയി കഴിച്ചു ചെയ്തു കേട്ടോ. എന്നിട്ട് നല്ല ഏതോ സ്ഥലങ്ങളിലെയൊക്കെ നല്ലതെന്നൊക്കെ ടേസ്റ്റ് കറക്റ്റ് പറഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ അത്ര ഒത്തില്ലെന്ന് തോന്നുന്നു മോൻ കണ്ടിട്ട്. ആ അത് ഫ്രഷ് അന്നേരം തന്നെ ഇങ്ങനെ മുക്കി മുക്കി. ആ അല്ല സിന്ധു കുറച്ചാൾ കൂടി കഴിച്ചാന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടീ? ആണോ? ആണോ? ആ ഈയിടെ ഫെസ്റ്റിന് പോയിട്ട് നിങ്ങൾ കഴിച്ചല്ലേ? ആ അപ്പോൾ അടിപൊളി. അയ്യോ ഇവന് പറയരുതല്ലേ. അത് ഇച്ചിരിച്ച് ഒരു ചകരിച്ചിട്ടിട്ട് കിളിക്കൊണ്ടിരിക്കുക. നിറച്ചൊഴിക്കണം എന്നാലും അതിന്റെ ടേസ്റ്റ് വരുന്നല്ലേടി. അത് നീ ആ പച്ച തന്നെ ഒഴിച്ച ആ രണ്ടും. ആ അതെ വെള്ളം ലീക്കാന്ന്. ഓ എന്തോ തന്നെ അതെ. ആ ബോധിച്ചു കേട്ടോ. ഞങ്ങള് രണ്ടും കൂടെ നോക്കിയിരിക്കോ. എടാ കിച്ചു ഏത് എല്ലാം ചേർത്തോ? നീ എല്ലാം ചേർത്തോ ചിപ്പി? ആ സിന്ധുവിന് ചുമലും കൂടെ ചേർത്തല്ലേ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇതും കൂടെ ചേർത്താ ഇഷ്ടപ്പെട്ടെ. ഇത് തന്നെ ഉള്ളതിനെ കാട്ടി. ആ അത് തന്നെ ആകുമ്പോ പുളിയാ. ഇതിപ്പോ എനിക്ക് ഒറ്റ കാരണം മതിയെന്ന് പറഞ്ഞോണ്ട് തുടങ്ങിയതാ കേട്ടോ. ഇപ്പൊ ടേസ്റ്റ് കൂടുതൽ കാരണം അതേ മൂന്നാമത്തേതായി. മാങ്ങാപ്പഴം പുള്ളിയാണോ ഇതിനകത്ത്? അപ്പം വേണ്ടേ ഇതിവിടെ കഴിക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങള് പരീക്ഷിച്ച് ഏതായാലും കഴിച്ച് തീർത്തിട്ടുണ്ടല്ലേ. ഉച്ചയ്ക്ക് ആർക്കും ചോറില്ലത്. പരിപ്പുരി ചിപ്പി സന്തോഷത്തോടെ പറഞ്ഞു നല്ല കുലുക്കി. ചിപ്പിക്ക് ചോറ് തന്നെ ചെയ്തില്ല മതി. നല്ല കാര്യം അത്. ആ കിച്ചുവിനും ചോറ് തിന്നുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. ആ എനിക്ക് പക്ഷെ അത് ഒഴിക്കുന്നത് ഇഷ്ടപ്പെട്ടെ. ആ അതാ നല്ലത്. ആ പക്ഷെ ഇച്ചിരി മല്ലിയിലയുടെ കൂടെ വേണമായിരുന്നു. മല്ലിയില ഉണ്ടായിരുന്നു. ഇവര് കൂട്ടിയായിരുന്നു ഞാൻ കൊണ്ടുവരാൻ. ഞാൻ ആണോ? ആ മല്ലിയില കൂടെ ടേസ്റ്റ് ഒന്നുമില്ല. ആ എന്റേത് കഴിഞ്ഞു. എന്റെ ഇത് ഫുൾ കൊട്ടായി. ഓ ഇവിടെ ഭയങ്കര പ്ലാനിങ് കേട്ടോ. എടിയാകൂ ഇവിടെ ഭയങ്കര പ്ലാനിങ്. അയ്യോ ഇവിടെ തകർപ്പ്. എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പഴയ ഒരു വീഡിയോക്കകത്ത്. ഒരു 2-3 മാസം മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഞങ്ങൾ ആലപ്പുഴ പോകുന്നു. എവിടെയൊക്കെയായിരുന്നു? മൂന്നാറ്. ആലപ്പുഴ പോയിട്ട് ഹൗസ് ബോട്ട്. പിന്നെ അമ്മ വന്നിട്ടില്ല. ആണോ? അയ്യോ അപ്പൊ സന്തോഷം ഒരു ഓട്ടം പോയേക്കുവായിരുന്നു കേട്ടോ. അപ്പൊ സന്തോഷം ഒരു ഓട്ടം പോയേക്കുവായിരുന്നു കേട്ടോ. അവൻ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇവര് നിലവിൽ പ്ലാൻ ചെയ്ത് എന്നാന്നറിയോ? ഇനി അമ്മു ചേച്ചി വരുമ്പോ പറയണ്ടല്ലേ. അതെ വിട്ടുകൊടുക്കുന്ന കാര്യമില്ല. അല്ല അത്ര 10,000 ഇതൊന്നും നമ്മൾ പറയുന്നില്ല.
അപ്പൊ അമ്മു ഇതൊക്കെ കേട്ടോ കേട്ടോ. പിന്നെ അമ്മൂന് ഇവര് മുട്ട സർപ്രൈസാ വെച്ചേക്കുന്നത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സിനിമ കൊണ്ട് കാണിക്കുക, അന്നത്തെ ദിവസത്തെ ഫുഡ് ഒരു നേരത്തെ മൂന്നാറും വേണ്ട, വെറും കട്ടപ്പന വരെ ഉള്ളു. എന്റെ അമ്മു എന്നെ നാളെ കെടുത്താൻ വേണ്ടി നീ ഓരോന്നും എന്ന് പറയും. നമ്മളൊരു പ്ലാൻ ഇട്ട് പോവാം, രാവിലെ പോണം. രാവിലെ പോയി രാവിലെ ഫുഡൊന്നും ആരും ഉണ്ടാക്കണ്ട, ചേച്ചി മേടിച്ചോളും. സ്നേഹനിധിയെ ചേച്ചിക്ക് ഇഷ്ടം. പോകുന്നു, കഴിക്കുന്നു, പോയി കറങ്ങി ഉച്ചയ്ക്കാകുമ്പോഴേക്കും ന്യൂൺ ഷോ കാണുന്നു. കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെയും ഫുഡ് കഴിക്കുന്നു. പിന്നെ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി വീട്ടിൽ പോയി ഒരു ദിവസം വൺ ഡേ ടൂർ കട്ടപ്പന കൂടെ. അപ്പൊ ആലപ്പുഴയും മൂന്നാറും ഒക്കെ മാറ്റി തന്നിട്ടുണ്ട്. നീ രക്ഷപ്പെട്ടതാടി, നീ കണ്ടിട്ട് ഇങ്ങനെ പോ. എന്റെ ദൈവമേ മതി. എന്നാണേലും അമ്മൂന് ഒരുപാട് കിട്ടും. അമ്മ ഇത് ഒന്നാമത്തെ കാല് വയ്യായിരിക്കും. അത് രണ്ടാഴ്ച കഴിയുമ്പോ ആണല്ലേ. എന്റെ ദൈവമേ, അതെ ഫുൾ A+ കിട്ടിക്കണ്ട. അവന് കിട്ടിയല്ലേ ആണല്ലേ. അപ്പം വാൽക്കട്ടാനി വന്ന് ഓരോ വിലയാവത്തും ഒക്കെ അല്ലേ. ദൈവമേ. അപ്പൊ അതൊരു ഭയങ്കര ഐശ്വര്യമുള്ള സംഭവം തന്നെയാണ് അല്ലേ. ആ അമ്മേനെ നമ്മൾ ഓർക്കുന്നു ഈ സമയത്ത്. അത് തന്നെ സത്യം പറയാലോ, എനിക്കിത് കിട്ടിയപ്പോ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഐശ്വര്യം അങ്ങനെ ശരിക്കും എനിക്ക്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ ഓരോ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വണ്ടി പറയുമ്പോഴാണേലും നമുക്കൊരു പോറല് പോലും ഇല്ലാതൊക്കെ രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അതെല്ലാം നമുക്ക് നേട്ടങ്ങളല്ലേ ഉണ്ടായേ. കുഞ്ഞാണെങ്കിലും ഒരു വണ്ടി മേടിച്ചില്ലേ, എന്തോ നാളത്തേക്കുള്ള നല്ലതാ. അതെ അതെ സത്യം. അതെ വണ്ടി വന്നു അത് കഴിഞ്ഞ് അല്ലേ പഠിക്കാം. അല്ല അവളുള്ള കാര്യമല്ലേ പറഞ്ഞേ. അവന് നേട്ടം വന്ന് അവനും പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തപ്പോ ഫുൾ A+ കിട്ടുവാടാ കിച്ചിക്കൂടാന്ന് ചോദിച്ചപ്പോ ഫുൾ A+ ഒന്നും പ്രതീക്ഷിക്കണ്ട അപ്പച്ചി, എന്നാലും എന്നെ പറ്റുന്ന മാതിരി ഞാൻ പഠിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അവന് ഫുൾ A+ കിട്ടി. അവൻ പഠിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. എന്നാലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും. അത്രേ ഉള്ളൂ. എന്നാണേലും അല്ലേ. അപ്പൊ മാൽക്കണ്ണാടി തന്നെ മനസ്സ് കാണിച്ച അമ്മയോടും അമ്മൂനോടും. അതെ സന്തോഷമോൻ എല്ലാ അമ്മമാരും ഇഷ്ടമാണ്. സന്തോഷമോനെ എന്നാലും ഇച്ചിരി കൂടുതൽ ഇഷ്ടം. എന്നാന്ന് വെച്ചാൽ 10ലൊക്കെ ടൂറൊന്നും ഞാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അപ്പം മരുന്നുണ്ട് സാറ് ദൈവോട്ടോ വന്നു. എന്റെ ദൈവം പാനിപ്പൂരി ഇരിക്കുന്നുണ്ട്. വന്നതേ ഉള്ളു കേട്ടോ. അവനൊരു ഓട്ടം പോയതായിരുന്നു. യഥാർത്ഥ എക്സ്പ്രഷൻ കാണിച്ചത് സന്തോഷം കേട്ടോ. ഓ വാവ്, സൂപ്പർ സൂപ്പർ ആയിരുന്നു. മകളും പോയതൊക്കെ നല്ല കൊടുക്കാൻ. അപ്പൊ വാവ് സൂപ്പർ എന്നൊക്കെ നമ്മള് എക്സ്പ്രഷൻ കേട്ടത് ചീറ്റിച്ച് കഴിഞ്ഞോടി. ഒരു കൊടുക്കണ്ടായിരുന്നു. അയ്യോ ഒരു കൊടുക്കണ്ടായിരുന്നു കേട്ടോ. കിച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതൊക്കെ. കിച്ചുവിന് ഇറച്ചിയും മീനും അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ സാധനമല്ലേ കിച്ചുവിന് ഇഷ്ടം. അത് ഞങ്ങളൊക്കെ അയ്യോ മതി. മഴ ചാറ്റലും ഉണ്ട് വെയിലും ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. കുറേ സമയം കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഒരുമാതിരി അത്യാവശ്യം വലിയ മഴ പെയ്തു. പോട്ട് തിരിച്ചു വന്നു കേട്ടോ. ഹെൽമെറ്റ് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ മഴ പെയ്തിട്ടേ ഞാൻ കോട്ട് എടുത്തേ. പള്ളിയിലൂടെ വന്നപ്പോഴത്തേനും നന്നായിട്ട് മഴ ചാറി. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ കോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞാൻ കോട്ട് കവറിനകത്തൊക്കെ എടുത്തു. എല്ലാം സിബൊക്കെ ഊരി. അന്നേരത്തേനും മഴ മാറി. പിന്നെ ഞാൻ ബൈക്കിനകത്ത് ചുമ്മാ അങ്ങ് വെച്ചോണ്ട് വന്നു കേട്ടോ. അപ്പോൾ സിന്ധു നമ്മൾ ആങ്ങളമാരുടെയൊക്കെ എടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും പാഴ്സലൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ സിന്ധു വന്ന് ഇവിടെ സാധനം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അങ്ങനെ നമ്മൾ കോട്ടൊക്കെ വന്നു കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, കുട്ടാനോടെ കൂടെ പോകണമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ കുട്ടാനൊക്കെ അവിടെ കയറ്റം അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞ് പിന്നെ കുറേ ഇടം ഇങ്ങനെ അപ്പടിയാ ചെളി പിടിച്ച വഴിയാണ്. അതിലെ കൂടെ ഈ മഴയത്ത് സർക്കസ് കാണിക്കാൻ ഇച്ചിരി പേടിയുണ്ട്, അതുകൊണ്ട് പോയില്ല. പിന്നെ മഴ ഇങ്ങനെ ചാരി തന്നെ നിൽക്കുമായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി അങ്ങ് മടിച്ചു. അപ്പോൾ സിന്ധു എന്നോടൊക്കെ പാഴ്സൽ തന്നിട്ടുണ്ട്. എന്നോ നോക്കട്ടെ. അടിപൊളി. ഇത് വക്കാവട.
ഈ വണ്ണം പിടിച്ചിരിക്കുന്ന എനിക്ക് ഞാൻ പിന്നെ പോട്ടെ തരുന്നല്ലേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഴുന്നാടാണ്. നമ്മുടെ പള്ളി പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ മാത്രം കിട്ടുന്ന ഒരു സംഭവമല്ലേ. പിന്നെ ഇപ്പം എല്ലാവരും കിട്ടുമെന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ പള്ളിപ്പെരുന്നാളിനും ഉത്സവപ്പറമ്പിലും ഒക്കെ മാത്രമുള്ള സാധനമായിരുന്നു കേട്ടോ. എന്നിട്ടിങ്ങനെ വള്ളിയെ കെട്ടിയിട്ട് നമ്മൾ ഈ കയ്യിലെല്ലാം എല്ലാ വരലയിലും കെട്ടിയിട്ടിട്ട് മോതിരം അതെന്ന് പറഞ്ഞൊക്കെ നടക്കുമായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ എവിടെയെങ്കിലും പോയപ്പോൾ മേടിച്ചുകൊണ്ട് വെച്ചത് ഇത് തന്നാൽ ഇനി ഇത് മാത്രമായിട്ട് എങ്ങനെയാണ് തരുന്നതെന്ന് വിചാരിച്ചായിരിക്കും പൊക്ക അവിടെയും കൂടെ തന്നത്. പൊക്ക ഞാൻ കഫക്കെട്ട് അല്ലെങ്കിലും ഞാൻ ബേക്കറി കഴിക്കില്ല, ഇത് കഴിക്കും കേട്ടോ. പിന്നെ തന്നേക്കുന്ന പയറ് വിത്ത്. അവിടെ ഒരു കുഞ്ഞുമോഞ്ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ കുഞ്ഞാഞ്ചേട്ടൻ പയറ് വിത്തും കൊണ്ടാണ് വന്നായിരുന്നു. അത് സൈസ് എനിക്ക് വെച്ചായിരുന്നു തന്ന കേട്ടോ. പിന്നെ മാങ്ങാപ്പഴം, മാമ്പഴം 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 സേലത്തെ മാമ്പഴം നീ തന്നടി. ഇത് മൽഗോവല്ല, പാടൊന്നും പാടാൻ പറ്റത്തില്ല, ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, ചാടാൻ പറ്റത്തില്ല, തുള്ളാൻ പറ്റത്തില്ല. എന്നാലും കയ്യിലിരിപ്പിൽ ഒരു കുറവുമില്ലല്ലോ. ചൊവ്വയാണെങ്കിലും നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ ഒരു രസം അല്ലേ. നമ്മൾ തന്നെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതല്ലേ വേണ്ടതല്ലേ. സന്തോഷം ഒരു മരുന്നൊക്കെ പറഞ്ഞു തന്നു, സിന്ധു ഒരു മരുന്നൊക്കെ പറഞ്ഞു തന്നു ചുമയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ അവൻ വണ്ടിയിലെങ്ങാണ്ട് കൊണ്ടുപോയപ്പോൾ അവനെങ്ങാണ്ട് ഓട്ടം പോയപ്പോൾ കണ്ടപ്പോൾ മേടിച്ച് മാങ്ങാപ്പഴം കേട്ടോ. ഞങ്ങൾ കൂടി കഴിച്ചു. പിന്നെ 2-3 ഉള്ളായിരുന്നു. അതിനകത്ത് 2-3 മാങ്ങാപ്പഴം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യോടെ തന്നെ ഈ പയറൊന്ന് കൊണ്ട് കുഴിച്ചിട്ടുണ്ട്. ഇത് എന്നാ പയറാന്ന് എനിക്കറിയില്ല. എന്നാണേലും എനിക്ക് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് അച്ചിങ്ങ പയറാന്ന് തോന്നുന്നു. 18 മണിയെന്നൊക്കെ പറയണേ. അപ്പോൾ ചുമ്മാ നമുക്ക് മുറ്റത്തിൻ്റെ താഴേക്ക് ഒന്ന് കുഴിച്ചിടാൻ കിട്ടും. വരുവാണെങ്കിൽ തന്നെ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്താൽ പോരെ. ഒരു നേരം കറി വെക്കാനുള്ളത് കിട്ടിയുള്ളതിലും അത്ര ആയില്ലേ. പോട്ടെ, ഒരു നേരത്തിന് കിട്ടിയില്ല, 1-2 കിട്ടിയുള്ളതിൽ ഒരു സാമ്പാറിനകത്താണെങ്കിലും ഒരു അവിയലിനകത്താണെങ്കിലും നമുക്ക് ചേർക്കത്തില്ലേ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് പോലും ആയില്ല കേട്ടോ ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ട്. എൻ്റെ പൊന്നെ മതി. അന്നേരം വെയിലും ചെറിയ ചെറിയ ചാറ്റമഴ കൊണ്ടായിരുന്നു. ഇപ്പം തകൃതിയായിട്ട് മഴ പെയ്യുന്നു. എന്തായാലും നല്ല തകർപ്പം മഴ കേട്ടോ. അപ്പം അവിടെ തന്നെ തിരിഞ്ഞു ഒരു വൈൻഡപ്പൂട് എടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് ചെന്നിട്ട് എഡിറ്റ് ചെയ്യാൻ ഞാൻ വലിയ അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ നിന്നൊരു വൈൻഡപ്പൂട് എടുക്കാന്ന്. എന്നാന്നോ ഇനി വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കുമ്പോഴത്തേക്കും വൈൻഡപ്പും കാണിയാലും ഇൻട്രോയും കാണിയാലും ഒരു തലയും വാരും കാണത്തില്ല. പിന്നെ ഞാൻ തന്നെ പോയി നിന്നെടുക്കണ്ടേ. അപ്പോൾ എല്ലാത്തിൻ്റെയും മുഖം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് എഴുതിക്കൊണ്ടോ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അമ്മേനെ കണ്ടില്ല കേട്ടോ. അമ്മ കയറി വന്നില്ല, മഴയാകൊണ്ടാന്ന് തോന്നുന്നു. ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ എല്ലാം വേദനയും പ്രശ്നവും കാര്യമൊക്കെ. അതുകൊണ്ട് പോയില്ല, വീട്ടിലേക്ക് പോയില്ല. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അമ്മ അനിയത്തിൻ്റെ വീട്ടിൽ പോയി കയറുന്നു കുറേ ദിവസമായി. അതുകൊണ്ട് അമ്മേനെ കണ്ടിട്ട് കേട്ടോ അല്ലേ. ഇവിടെ കഴിഞ്ഞ ദിവസം കണ്ട് ഇടയ്ക്ക് വന്നായിരുന്നു. അപ്പം ഞാൻ വന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് പനിയായിരുന്നു. വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കല്ലുമൊക്കെ എറിഞ്ഞു കുടിച്ചേ. പനിയുള്ള സമയം ഞങ്ങളുടെ അമ്മയുടെ ആയുധമാണ് കല്ല് കേട്ടോ. അമ്മയുടെ കാണുമ്പോൾ എന്നെ കൊല്ലും. എന്തായാലും അപ്പോൾ ഇന്ന് കുറച്ച് സമയമുള്ളതിൽ നല്ല സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരുന്നു. സന്തോഷം തിരിച്ചു വന്നു കേട്ടോ. ഒരു പണിയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പോയായിരുന്നു. അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അപ്പം വന്നപ്പോൾ കഥ ഉറക്കം പോയത് കേട്ടോ. അപ്പം ബെല്ലൈക്കനോട് അടിച്ചു പിടിച്ചേരെ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും